എടീ നിന്റെ ഹർഷൻ വീണ്ടും എന്തോ പറയാൻ പോയതും അടുക്കളയിൽ നിന്ന് ജ്യൂസുമായി മീനാക്ഷി വന്നതും ഒരുമിച്ചായിരുന്നു. മീനാക്ഷിയെ കണ്ടതോടുകൂടി ഹർഷൻ താൻ പറയാൻ വന്നത് നിർത്തി. ഒപ്പം അഭിയുടെ കൈകളിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. മീനാക്ഷി വരുമ്പോൾ കാണുന്നത് ഹർഷനോട് ചേർന്ന് നിൽക്കുന്ന അഭിയെയാണ്. ഈ കാഴ്ച സന്തോഷത്തിനാണോ ദുഃഖത്തിനാണോ എന്നുപോലും മീനാക്ഷിക്ക് അറിയുന്നില്ല. എന്തായാലും മാധവേട്ടൻ വന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ വന്നവരോട് സ്നേഹത്തിലോ മുഷിച്ചിലോ മീനാക്ഷി സംസാരിച്ചില്ല. ജ്യൂസ് എല്ലാവർക്കും കൊടുത്തു. അഭിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവളുടെ കൈകൾ വിറയലോടുകൂടി ജ്യൂസ് എടുക്കുന്നത് മീനാക്ഷി ശ്രദ്ധിച്ചു. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഒരു പാവം കൊച്ചാണെന്ന്. അതുമാത്രമല്ല, ഈ മുഖം മറ്റെവിടെയോ കണ്ടതുപോലെ മീനാക്ഷിക്ക് തോന്നി. ചിലപ്പോൾ തൻ്റെ തോന്നലാകും. അവളുടെ കുട്ടിത്തം നിറഞ്ഞ മുഖം കാണുമ്പോൾ മീനാക്ഷിക്ക് അവളോട് വാത്സല്യവും തോന്നി. പക്ഷേ എന്താണ് സത്യമെന്നറിയില്ലല്ലോ. ഹർഷന്റെ സ്വഭാവം വെച്ച് ഇപ്പോൾ ഇങ്ങനെയൊരു കല്യാണം അത് ഒരിക്കലും സാധ്യമല്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ നടന്നു? മീനാക്ഷിയുടെ ഉള്ളിൽ ചോദ്യങ്ങൾ കടന്നുകൂടുന്നുണ്ട്. ജ്യൂസ് എല്ലാം കുടിച്ച് അവർ മറ്റ് സംസാരത്തിലേക്ക് കടന്നതും മുറ്റത്ത് മാധവന്റെ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. കാറിന്റെ ശബ്ദം കേട്ടതും മീനാക്ഷി വേഗം ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്നു. കാറിൽ നിന്ന് ചടപടാന്ന് ഇറങ്ങി മാധവൻ സിറ്റൗട്ടിലേക്ക് കയറി. എന്തൊക്കെയാ മീനു നീ വിളിച്ചു പറഞ്ഞത്? എന്താ കാര്യം? മാധവന്റെ സ്വരത്തിൽ അദ്ദേഹത്തിന്റെ വേവലാതി മനസ്സിലാകുന്നുണ്ട്. അതേസമയം അകത്തുള്ള സംസാരവും മാധവൻ കേൾക്കുന്നുമുണ്ട്. അകത്തുണ്ട് എല്ലാവരും. മറ്റൊന്നും മീനാക്ഷിക്ക് പറയാനുണ്ടായിരുന്നില്ല. മാധവൻ മീനാക്ഷിക്കൊപ്പം അകത്തേക്ക് കയറിയതും ഹാളിൽ നിരന്നിരിക്കുന്നവരെ കണ്ടു. മാധവനെ കണ്ടതും അവർ എല്ലാവരും ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. ഇതേസമയം ഹർഷന്റെ അടുത്തിരിക്കുന്ന അഭിയിലേക്ക് മാധവന്റെ കണ്ണുകൾ ചെന്നെത്തി. അവന്റെ തോളോട് ചേർന്നിരിക്കുകയാണ് അവൾ. അവളെ കൈപ്പിടി വിടാതെ മുറുകെ പിടിച്ചിട്ടുണ്ട് ഹർഷൻ. ഒറ്റ നോട്ടത്തിൽ അവന്റെ ഭാര്യയാണെന്ന് കണ്ടാൽ പറയും. താലിയും സിന്ദൂരവും അണിഞ്ഞിരിക്കുന്നവൾ. മീനാക്ഷിയെപ്പോലെ അഭിയുടെ മുഖം മറ്റെവിടെയോ കണ്ടതുപോലെ മാധവനും തോന്നി. മാധവൻ നിന്നിടത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് വന്നു. മാമേ ഇത്? ഹർഷൻ അഭിയെ തോളോട് ചേർത്തു പിടിച്ച് മാധവന്റെ അടുത്തേക്ക് വന്നു. മാധവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി. നേരത്തെ ഹർഷൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് അഭി മാധവനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. പുഞ്ചിരി മുഖത്ത് അണിയുന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ വേദനയാണ് പെണ്ണിന്റെ. ഹർഷനെ പേടിച്ചു മാത്രമാണ് അവൾ അഭിനയം തുടങ്ങുന്നത്. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത പല മുഹൂർത്തങ്ങളിലേക്കുമാണ് താൻ ചെന്നെത്തുന്നത് എന്ന് അഭി മനസ്സിലാക്കുന്നുണ്ട്. ഇനി അതിനൊത്ത് ആടണമെന്നും. മീനാക്ഷി പറഞ്ഞത് ശരിയാണോ? നിന്റെ കല്യാണം കഴിഞ്ഞുവോ? ഇനിയും ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ലെന്ന് കണ്ട മാധവൻ തന്നെ തുടങ്ങി വെച്ചു. അതേ മാമേ, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പെണ്ണിനെ ഞാൻ തന്നെ കൊണ്ടുവന്നോളാമെന്ന്. 2 വർഷത്തെ പ്രണയം. എൻ്റെ അഭിനയ പറയുന്നതിനോടൊപ്പം അവളെ തന്നോട് ചേർത്ത് പിടിക്കാനും ഹർഷൻ മറന്നില്ല. നന്ദിനിയോട് പറയണ്ടേ? മറ്റൊന്നും മാധവന് ചോദിക്കാനുണ്ടായിരുന്നില്ല. ഹർഷന്റെ തീരുമാനം ഒന്നും കാണാതെ അവൻ ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരില്ലെന്ന് മാധവന് അറിയാം. അർജുൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഹർഷന്റെ പുതിയ കളികളായിരിക്കാം. പക്ഷേ പെൺകുട്ടിയെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഒരു പാവം. അവളുടെ നിഷ്കളങ്കത അവളുടെ മുഖത്ത് എടുത്തു കാണിക്കുന്നുണ്ട്. ആർക്കും വാത്സല്യം തോന്നാവുന്ന തരത്തിൽ. നന്ദിനി ഉറങ്ങുകയാണ് മാധവേട്ട. അല്പസമയം കഴിഞ്ഞതും മാധവനുള്ള മറുപടി മീനാക്ഷിയാണ് നൽകിയത്. ഞാൻ നന്ദിനിയെ കണ്ടിട്ട് വരാം. അമർത്തി മൂളിക്കൊണ്ട് മാധവൻ എല്ലാവരെയും ഒന്ന് നോക്കി നന്ദിനിയുടെ അടുത്തേക്ക് പോയി. മാധവൻ നന്ദിനിയുടെ റൂമിലേക്ക് പോയതും അങ്ങനെ ആ കടമ്പയും കടന്നുവെന്ന് ഹർഷൻ ആശ്വസിച്ചു. ഇനി അമ്മ മാത്രം. അമ്മ ഉറപ്പായും ഞങ്ങളെ സ്വീകരിക്കുമെന്ന് അവന് ഉറപ്പുണ്ട്. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തൻ്റെ കല്യാണമെന്നും അവനറിയാം. അമ്മയുടെ സന്തോഷമാണ് അമ്മയുടെ ഇപ്പോഴത്തെ അസുഖത്തിൻ്റെ മരുന്ന്. ഇതേസമയം തൻ്റെ തൊട്ടരികിൽ ഉള്ളവളെ അവൻ പാളി നോക്കി. ഷോളിൽ വിരലുകൾ ചുരുട്ടി തൻ്റെ പരിഭ്രാന്തി കുറയ്ക്കുകയാണ് പെണ്ണ്. അവന് പുച്ഛം തോന്നി. കാശിനു വേണ്ടി ഏതു തരം താഴ്ന്ന പണിയും ചെയ്യുന്നവൾ. അവളെ തൊട്ട തൻ്റെ കൈയോട് പോലും അവന് അറപ്പ് തോന്നി. നന്ദിനി നല്ല ഉറക്കത്തിലായിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ഉറക്കത്തിൽ നിന്ന് അവർ ഉണർന്നത്. താൻ ഉറങ്ങുമ്പോൾ ഒരിക്കലും ആരും വന്ന് തന്നെ ശല്യപ്പെടുത്താറില്ലെന്ന് നന്ദിനിക്ക് അറിയാം. ഉറക്കം എഴുന്നേറ്റാൽ നന്ദിനി തന്നെ ആരെയെങ്കിലും വിളിക്കുകയാണ് പതിവ്. അതിനാണ് ഇന്ന് മാറ്റം വന്നിരിക്കുന്നത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നന്ദിനി നോക്കി. നിസ്സംഗതയോടെ തൻ്റെ അടുത്ത് വരുന്ന ഏട്ടൻ. ഏട്ടാ. ഏട്ടൻ്റെ ആ ഭാവം അവൾക്ക് പരിചിതമല്ല. എന്തെന്നാൽ ഏട്ടൻ എന്നും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് നന്ദിനി കാണാറുള്ളത്. തന്നെ സന്തോഷിപ്പിക്കാനാണ് ഏട്ടൻ ഈ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത് എന്ന് പലപ്പോഴും നന്ദിനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഏട്ടനാണ് ഇന്ന് തൻ്റെ മുന്നിലേക്ക് വാടിയ മുഖവുമായി വന്നിരിക്കുന്നത്. ഹർഷൻ വന്നിട്ടുണ്ട്. മാധവന്റെ വാക്കുകളിലും വേദന തങ്ങി നിറഞ്ഞിരിപ്പുണ്ട്. ഹർഷൻ വന്നുവോ? എവിടെ? എന്നിട്ടെന്തേ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നേ? അവൻ വന്നിട്ടും എന്തേ ഏട്ടന് സന്തോഷമില്ലാത്തത്?
ഹർഷൻ വന്നിട്ടുണ്ടെന്ന് മാധവൻ പറഞ്ഞതും നന്ദിനിയിൽ വെപ്രാളമായി. അതേസമയം മാധവന്റെ നിസ്സംഗഭാവവും അവൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. ഹർഷൻ മാത്രമല്ല, അവന്റെ കൂട്ടുകാരുമുണ്ട് കൂടെ. ബാക്കി പറയാൻ മാധവന് കഴിയുന്നില്ല. ഹർഷന്റെ കൂടെ അവന്റെ ഭാര്യയും ഉണ്ടെന്ന് നന്ദിനിയെ എങ്ങനെ ധരിപ്പിക്കും? നന്ദിനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഡോക്ടർ പറഞ്ഞത് മാധവന് ഇപ്പോഴും മനസ്സിലുണ്ട്. നന്ദിനിക്ക് വിഷമം തട്ടുന്ന ഒന്നും ഇനി ഉണ്ടാകരുത്. മറിച്ച് അവരെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ അത്രയും നന്ന്. സന്തോഷം നന്ദിനിയെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതിനിന്ന് കോട്ടം തട്ടുമോ? അമ്മയുടെ ജീവൻ വെച്ച് ഹർഷൻ ഒരിക്കലും കളിക്കില്ല. അപ്പോൾ അവന്റെ ഈ വിവാഹം കാര്യമായിട്ട് തന്നെയാണ്. പക്ഷേ ഈ വിവാഹം നന്ദിനി ഉൾക്കൊള്ളുമോ? അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു. ഒപ്പം തന്റെ കുഞ്ഞു പെങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും ആ ഏട്ടന് വേവലാതിയുണ്ട്. എന്താ ഏട്ടാ ആലോചിക്കുന്നത്? ആരാ ഹർഷന്റെ കൂടെ? മാധവന്റെ മൗനം നന്ദിനിയെ വല്ലാതെയാക്കുന്നു. ഏട്ടാ, എന്താ? നന്ദിനി വീണ്ടും മാധവനോട് എന്തോ ചോദിക്കാൻ പോകുമ്പോഴാണ് നന്ദിനി കാണുന്നത് തന്റെ റൂമിന്റെ വാതിലിന് മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെ. ഹർഷാ മോനെ. വാതുക്കൽ ഹർഷനെ കണ്ടതും നന്ദിനിക്ക് സന്തോഷമായി. ഒപ്പം ഹർഷന്റെ കൂടെയുള്ള പെൺകുട്ടിയെയും നന്ദിനി ശ്രദ്ധിച്ചു. നന്ദിനി ഹർഷനെ വിളിച്ചതും ഹർഷൻ അഭിയുടെ കൈകളിൽ പിടിച്ചു മുന്നോട്ടേക്ക് വന്നു. ഇതേസമയം നന്ദിനിയുടെ കണ്ണുകൾ ഹർഷന്റെ മുറുകെ പിടിച്ചിരിക്കുന്ന അഭിയുടെ കൈകളിലേക്കാണ്. ഒരേ സമയം നന്ദിനിയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു. മാധവന്റെ മൗനം. പൊതുവെ ഹർഷൻ പെൺകുട്ടികളോട് കൂടുതൽ അടുക്കാത്തതാണ്. അവനാണ് ഇന്ന് ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് തന്റെ അടുത്തേക്ക് വരുന്നത്. അവളുടെ നെറുകയിലെ സിന്ദൂരവും കഴുത്തിലുള്ള താലിയും നന്ദിനിയെ പലതും ചിന്തിപ്പിക്കാൻ ഇടയാക്കുന്നു. നന്ദിനിയുടെ അടുത്തേക്ക് എത്തിയതും ഹർഷൻ അഭിയുടെ കൈകളിലെ പിടിവിട്ടു. നന്ദിനിയുടെ കൈകളിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. ഇതേസമയം അഭിയും നന്ദിനിയെ നോക്കി കാണുകയായിരുന്നു. സംസാരിക്കാൻ കഴിയുമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് അവൾക്ക് നന്ദിനിയുടെ ആ കിടപ്പിൽ മനസ്സിലായി. അതേസമയം അവൾക്ക് തന്റെ അമ്മയെ ഓർമ്മ വന്നു. അമ്മയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടാകുമോ? എന്നെ അന്വേഷിച്ചിട്ടുണ്ടാകുമോ? മാമ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? കാര്യങ്ങളുടെ ഏകദേശം രൂപം അമ്മ ചിന്തിക്കും. ജീവിതം പഠിച്ചവളല്ലേ. അമ്മയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. സങ്കടപ്പെടുമായിരിക്കും. എന്നാലും എനിക്ക് എൻ്റെ അമ്മ കൂടെ ഉണ്ടാകുമല്ലോ. സാവിത്രിയെ ഓർത്തപ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുന്നിൽ നിൽക്കുന്ന ആരെയും അവൾ ശ്രദ്ധിക്കുന്നില്ല. മനസ്സ് മുഴുവൻ അവളുടെ അമ്മ മാത്രമായിരുന്നു. എന്തിനാ കുട്ടി കരയുന്നത്? അമ്മയ്ക്ക് സന്തോഷമല്ലേയുള്ളൂ. ഇവനൊരു കൂട്ട് വേണമെന്ന് അമ്മ എത്ര ആശിക്കുന്നതാണെന്ന് അറിയാമോ? എന്തായാലും മോന് ഇങ്ങനെ ഒരു സ്നേഹം ഉണ്ടായത് നന്നായി. മോൾ അമ്മയുടെ അടുത്തേക്ക് വന്നേ. നന്ദിനി സ്നേഹത്തോടെ അഭിയോട് പറഞ്ഞതും ഇപ്പോൾ എന്താ നടന്നതെന്ന് മനസ്സിലാകാതെ അഭി അമ്പരന്ന് നിന്നു. തൻ്റെ മനസ്സ് അല്പനേരം തൻ്റെ അമ്മയിലേക്ക് പോയിരുന്നു. ആ സമയം കൊണ്ട് ഇവിടെ എന്തൊക്കെയോ നടന്നു എന്നും അവൾ മനസ്സിലായി. ഒപ്പം തന്നെ ഹർഷന്റെ ഭാര്യയായി സ്വീകരിച്ചു എന്നും. നന്ദിനിയുടെ സന്തോഷം അത് വ്യക്തമാക്കുന്നുണ്ട്. അവൾ പകപ്പോടെ ഹർഷനെയും തൻ്റെ മുന്നിൽ നിൽക്കുന്ന മാധവനെയും നോക്കി. മാധവന്റെ മുഖത്ത് സന്തോഷമാണ്. നന്ദിനി ഹർഷനെയും ഭാര്യയെയും അംഗീകരിച്ചതിന്, തൻ്റെ കുഞ്ഞു പെങ്ങളുടെ മനസ്സ് വിഷമിക്കാതിരുന്നതിന്. എന്നാൽ ഹർഷന്റെ മുഖത്ത് അഭിയോടുള്ള വെറുപ്പായിരുന്നു. അത് അവൾക്ക് വ്യക്തമായി അറിയുന്നുമുണ്ട്. മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും. എല്ലാവരോടും യാത്ര പറഞ്ഞ് ജോയും കൂട്ടരും നന്ദനത്തിൽ നിന്ന് ഇറങ്ങി. പോകുന്നതിനിടയിൽ ജോ അഭിയെ വിളിച്ച് കാര്യമായി ഉപദേശിച്ചു. ഉപദേശമായിരുന്നില്ല, താക്കീതായിരുന്നു. ഈ വീട്ടിൽ എങ്ങനെ നിൽക്കണം എന്ന ഏകദേശ രൂപം ജോ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവളെല്ലാം കേട്ടുനിന്നു. കേട്ടു നിൽക്കുക മാത്രമല്ല, ഇനി അങ്ങോട്ട് ചെയ്യേണ്ടതും ഇതൊക്കെയാണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. തന്നിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ലെന്ന് അഭി ജോയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ജോ അഭിയോട് പറയുന്നതൊക്കെ ഹർഷന്റെ വാക്കുകളാണ്. അത് ജോയിലൂടെ അഭിയോട് പറയുന്നു എന്നു മാത്രം. അവനെന്തോ അവളോട് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല. അവളെ വല്ലാത്തൊരു നികൃഷ്ട ജീവിയെപ്പോലെയാണ് അവൻ കാണുന്നത്. കാശിനു വേണ്ടി ഏത് തരം താഴ്ന്ന കളിയും കളിക്കുന്നവൾ എന്നാണ് അവൻ അവളെ ഉപമിക്കുന്നത്. അതവൻ്റെ വാക്കുകളിലും നോട്ടത്തിലുമുണ്ട്. എല്ലാവരും പോയിക്കഴിഞ്ഞതും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അഭി കാലിൽ തന്നെ നിന്നു. ഹർഷൻ അമ്മയുടെ റൂമിലാണ്. ഹർഷൻ മാത്രമല്ല, മാധവനും മീനാക്ഷിയും. അഭിക്കെന്തോ അവരുടെ അടുത്തേക്ക് പോകുവാൻ വല്ലാതെ തോന്നുന്നു. താനൊരു അധികപ്പറ്റായി പോകുമോ ഇവരുടെ ഇടയിൽ? പെണ്ണിൻ്റെ മനസ്സിലേക്ക് പല ചിന്തകളും കടന്നു വരുന്നുണ്ട്. കടന്നു വരാതിരിക്കുമോ? അവളുടെ ജീവിത സാഹചര്യം ഇതുവരെ അങ്ങനെയുള്ളതായിരുന്നു. മാമയുടെയും പാറുമ്മയുടെയും അടുത്തല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ അവൾ ഒരു പരിഹാസ കഥാപാത്രമാണ്. അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു പരിഹാസ കഥാപാത്രം. എനിക്ക് സന്തോഷമായി മോനെ. എനിക്ക് കുട്ടിയെ നന്നായി ബോധിച്ചു. നിന്നേക്കാൾ ഒരുപാട് വയസ്സിന് വ്യത്യാസമുണ്ടല്ലേ? കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. എന്തായാലും സാരമില്ല, നിനക്കൊരു കൂട്ടായില്ലേ? ഹർഷനെ ചേർത്ത് പിടിച്ച് ഓരോന്ന് പറയുകയാണ് നന്ദിനി. അഭിയെ നന്ദിനിക്ക് നന്നായി ബോധിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും അഭി സുന്ദരിയാണ്.
ആർക്കായാലും ഇഷ്ടമാവും. കുട്ടിത്തം നിറഞ്ഞ മുഖമാണ് അവളുടേത്. അതുകൊണ്ട് തന്നെ 20 വയസ്സൊന്നും പറയില്ല. ഇതേ സമയം ഹർഷനും മാധവനും മീനാക്ഷിയും നന്ദിനി പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുകയായിരുന്നു. നന്ദിനിയുടെ സന്തോഷം മാധവനിലും ഹർഷനിലും പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അതുതന്നെയായിരുന്നു ഹർഷന് വേണ്ടതും. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നാടകം പോലും. "നീ എന്തേ ഒന്നും മിണ്ടാത്തത്? എവിടെ മോള്? വന്നപ്പോൾ ഒരു നോക്ക് കണ്ടതാ" ഹർഷനോട് പറയുന്നതിനോടൊപ്പം വാതിലിലേക്ക് നന്ദിനി നോക്കുന്നുമുണ്ട്. "അവൾ ഹോളിലുണ്ടമ്മേ. അമ്മ റെസ്റ്റ് എടുക്ക്. കുറേ നേരമായില്ലേ സംസാരിക്കാൻ തുടങ്ങിയിട്ട്" നന്ദിനി അഭിയെ അന്വേഷിച്ചത് ഹർഷന് തീരെ പിടിച്ചില്ല. അതാണ് ഇപ്പോൾ അവൻ പ്രകടമാക്കുന്നത്. ഒപ്പം നന്ദിനിയുടെ അടുത്ത് നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. "കുറേ നേരമായില്ലേ? മോൻ പോയി ഫ്രഷ് ആയി വാ. കുട്ടിക്കും മുഷിപ്പ് തോന്നേണ്ട" നന്ദിനി സ്നേഹത്തോടെ പറഞ്ഞതും ഹർഷൻ മാധവനെയും മീനാക്ഷിയെയും ഒരു നോക്ക് നോക്കിക്കൊണ്ട് നന്ദിനിയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. എന്നാൽ റൂമിൽ നിന്നും പുറത്തിറങ്ങിയവൻ കണ്ട കാഴ്ചയിൽ മുഖം വലിഞ്ഞു മുറുകി. കൈകൾ ചുരുട്ടിപ്പിടിച്ചു. അവന്റെ ദേഷ്യം മുഴുവൻ മുഖത്ത് പ്രകടമാകുന്നുണ്ട്. അങ്ങനെയുള്ള കാഴ്ചയായിരുന്നു അവന്റെ മുന്നിലുണ്ടായിരുന്നത്.